ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ള സഹോദരാ, നല്ല മരണം വേണോ? നല്ല മരണം വേണോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാ പറയുന്നത്? മരണപ്പെട്ടു പോയ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോ ഭാര്യയാണ് പറയുന്നത്. ഇതുപോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മറ്റൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹു എന്ന് ആ മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ വിറയ്ക്കുമായിരുന്നു, എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയുമായിരുന്നു, എന്റെ ഭർത്താവിന്റെ മുഖത്തെ പുഞ്ചിരിയെന്ന് മാറുമായിരുന്നു. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവരുടെ മുന്നിൽ അല്ലാഹ് എന്ന പേരെന്ന് പറയപ്പെട്ടാൽ, അല്ലാഹ് എന്ന പേര് പറയപ്പെട്ടാൽ കണ്ണുകളെ നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, പഠിച്ചവരെ പേടിച്ച് വിറച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മരണപ്പെട്ടു പോയ ഭർത്താവിന് അല്ലാഹു നല്ല മരണം കൊടുക്കാനുള്ള കാരണമെന്തെന്ന് തന്റെ പ്രിയപ്പെട്ട കൂടെ കിടന്ന ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഭർത്താവ് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യരാ, ഒരിക്കൽ പോലും പഠിച്ചവര് എന്റെ ഭർത്താവിന്റെ മുന്നിൽ പടച്ച റബ്ബിന്റെ പേരെന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, മുഖത്ത് സന്തോഷമങ്ങ് മാറുകയാണ്. പടച്ചവനെ എന്റെ ഭർത്താവ് പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോ വെറുതെ പറഞ്ഞതല്ലടാ ചെറുപ്പക്കാരാ, നിനക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം അറിയുമോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ അനുയായികളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കൊണ്ടുപോയി, കബറടക്കാൻ കൊണ്ടുപോയി. അതാ പടച്ചവരെ പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ ജനാസ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന 6 അടി മണ്ണുണ്ടല്ലോ, അതാ കബറിന്റെ ചാരത്ത് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട അതാ മനുഷ്യന്റെ മയ്യത്തുണ്ടല്ലോ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചു, പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടി. എന്നിട്ട് എല്ലാവരും ചെടിയും നട്ടിട്ട് തിരിച്ചു പോകുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്, പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. പോയവര് മുഴുവനും ചോദിക്കുന്നു, തങ്ങള് എന്തിനാ ഖബർസ്ഥാനിൽ നിൽക്കുന്നത്? എന്തിനാണ് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? അല്ലാഹുവേ, ആ മയ്യത്തിനോടുള്ള കടമകൾ കഴിഞ്ഞല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു, നമസ്കരിച്ചു, കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കബറടക്കിയല്ലോ. എന്തിനാണ് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാ, എനിക്ക് അല്പനേരം പള്ളിപ്പറമ്പിൽ നിൽക്കണം, എനിക്ക് ഈ ഖബർസ്ഥാനിൽ നിൽക്കണം. എന്തിനാണ് നിന്നതെന്നറിയുമോ? സാധേ നന്നാകണമെന്ന് തോന്നുന്നവരുണ്ടല്ലോ. ചെറുപ്പക്കാരാ, നന്നാകണമോടാ മോനെ, നിനക്ക് നന്നാകണമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂദർന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകണം നബിയോ, എനിക്ക് നന്നാകണം നബിയോ.